Hi guys, welcome to my channel. അപ്പോൾ ഇന്ന് ഞങ്ങൾ മംഗലാപുരത്ത് പോവാണ്. ഞങ്ങളുടെ മാമിന്റെ വീട് അവിടെയാണ്. സോ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ടാണ് അതെ അടിച്ചു പൊളിക്കാൻ പോവാണ്. ഇതേ നമ്മള് ഹോൾ ഫാമിലി ഉണ്ട്. ഒരു ഹായ്. അപ്പോൾ കറന്റ് നമ്മളിപ്പോൾ ഷൊർണൂരാണ്. അവിടെ നിന്നാണ് നമ്മുടെ ട്രെയിൻ. ഇവരൊക്കെ ഫുഡ് കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മൾ ഇറങ്ങാൻ ലേറ്റായി കുറച്ച്. സോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സമയമില്ല. അപ്പോൾ ട്രെയിനിൽ നിന്ന് വല്ല ഇഡ്ഡലി കിട്ടുമെന്നാണ് പറയുന്നത്. കിട്ടും, പക്ഷെ അതൊക്കെ കഴിക്കണം. ഞാൻ ഈ കുട്ടീനെ പരിചയപ്പെടുത്താനായിട്ട് മറന്നു. സ്വയം പരിചയപ്പെടുത്തു. പക്ഷെ നമ്മളെല്ലാവരും സുന്ദരി എന്നാണ് വിളിക്കുക. യെസ്, ചെറുപ്പം മുതലേ വിളിച്ചു പോയി, മാറ്റാൻ പറ്റില്ല. അപ്പോൾ അല്ല, ആള് സുന്ദരി തന്നെയാണ്. നോക്കൂ, ഫുഡ് കഴിക്കാണ്. ശ്രേത ഫുഡ് കഴിക്കാണ്. അറിയാമോ എന്തെങ്കിലും പറയും. അങ്ങനെ കുറച്ച് നേരത്തെ യുദ്ധത്തിന് ശേഷം നമുക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടിയിരിക്കുകയാണ്. അച്ഛനമ്മ ഒരു മണിക്കൂർ നമ്മൾ ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സീറ്റിൽ പോകും. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ. അങ്ങനെയൊക്കെയാണ്. ഞാൻ ചെറുതായിട്ട് ഉറങ്ങി. ഇവിടെ ഇരുന്നിട്ട് സിനിമ കണ്ടു. നമ്മളിപ്പോ എത്താറായിട്ട് കുറച്ച് ദൂരം ഇതായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് കുറെ നാളായി. അപ്പൊ അങ്ങനെ പിന്നെ സ്റ്റേഷനിലെത്തിയിട്ട് വേണം. ഫൈനലി നമ്മള് അങ്ങനെ മംഗലാപുരം എത്തിയിട്ടാണ്. യെസ്, ഇന്നതിന് വെച്ചിട്ട് നമ്മളെ പിരിയാനായിട്ട് നമ്മുടെ വരും. ഇതാണ് നമ്മുടെ ഒപ്പ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. കോൺസെൻട്രേഷൻ കളയാൻ പാടില്ല. ഒരു ഹായ് തരുമോ? ഹായ് അമ്മ. അങ്ങനെ ഒരു 6 മണിക്കൂർ 7 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം എത്തിയിട്ടാണ്. ക്യാരംസ് കളിക്കാണ്. ഇതേ നമ്മുടെ പൊന്നിട്ടനും മോപ്പ് ഇരുന്നിട്ട് ശരിയാക്കുന്നുണ്ട്. ഇതൊക്കെ പ്രോയാണ്, പക്ഷെ എനിക്ക് കളി അറിയില്ല. അപ്പൊ ഫ്രണ്ട്സ്, ഇതേ നമ്മൾ നമ്മുടെ കസിൻസ് ഒക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ അങ്ങനെ പോവാണ്. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതേ തിരിച്ചു വരികയാണ്. അപ്പൊ നമ്മൾ കുറച്ച് മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഏകദേശം 6 മണി കഴിഞ്ഞു. അപ്പൊ നമ്മളിനി ഫ്രഷ് ആവാൻ പോവാണ്. 6:30 ഇട്ടിട്ട് 4 മണിയാകുമ്പോ ഞങ്ങളൊന്ന് ഫ്രഷ് ആവാൻ ഞങ്ങൾ ഉറങ്ങി. നമ്മള് ഈ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ആ ഒരു എന്താ പറയാ ഒരു പിന്നെ ഇവിടത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിലൊരു ഫ്ലാറ്റ് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ ശബ്ദങ്ങൾ ഉണ്ടാവും, പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഹായ് ഗായ്സ്, അപ്പൊ നമ്മളതേ കിടക്കാൻ പോവാണ്. അല്ല, കിടക്കാൻ പറയാനില്ല, നമുക്ക് അതെ, ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇവിടെ ഇവരെല്ലാവരും പായിട്ട് കിടന്നു തുടങ്ങി. പക്ഷെ നമ്മളിപ്പോ കുറെ നാളുകൾക്ക് ശേഷമാണ് കസിൻസ് എല്ലാരും കൂടി ഇങ്ങനെ കൂടുന്നത്. ഡിസ്കഷൻ ആണ് എങ്ങോട്ടാണ് നാളെ പോണ്ടേന്നുള്ളത്.
അങ്ങനെ കുറെ നേരത്തെ ഡിസ്കഷന് ശേഷം നമ്മൾ ഫൈനലൈസ് ചെയ്തേക്കണം. എങ്ങോട്ടാണ് പോകുന്നപ്പോ? അതൊരു ബീച്ചിക്കും പിന്നെ ഒരു ഫെസ്റ്റ് നടക്കണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ടാണ് പോകുന്നത്. സോ നാളെ ഒരു ഉച്ചയ്ക്കാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക. എന്നാലും രാവിലത്തെ ക്ലിപ്സ് ഒക്കെ അപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഇപ്പൊ ഗുഡ് നൈറ്റ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റേക്കാണ്. ഇവിടെ ഒരാൾ ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ ഉറങ്ങാനായിട്ട് 2 മണിയൊക്കെ ആയി. അതുകൊണ്ട് തന്നെ ഞാനല്ല, നമ്മളൊന്ന് പുറത്ത് പോകുന്നത് തന്നെ ഒരു 1 മണിക്കാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അതേ മാമൻ അവരൊക്കെ രാവിലെ എണീറ്റൊക്കെ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ് ഗൈസ്. ഹായ്. അപ്പൊ നമ്മളിപ്പോ കസിൻസ് മാത്രമായിട്ട് ഒരു മാളിലേക്ക് പോവാണ്, സിറ്റി സെന്റർ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ 1 മണിക്ക് പോകുള്ളൂ. അപ്പോൾ ആ ടൈം വരെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഔട്ട്സിങ്ങിന് ഇറങ്ങിയേക്കാണ് ഗൈസ്. അങ്ങനെ നമ്മൾ സിറ്റി സെന്ററിലേക്ക് വന്നേക്കാണ്. ആൻഡ് ഇവിടെ ഒരു നല്ല ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയില്ല, പുഴയാന്ന് തോന്നുന്നു. സോറി ഗൈസ്, പുഴയല്ല കടല എന്നാണ് തോന്നുന്നു. കടലല്ലേ ഗൈസ്? ഒന്നുമില്ല, കൊറേ ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ. നമ്മള് കടലാന്ന് വിചാരിച്ചു. ട്രെയിൻ സുന്ദരി ടർക്കിഷ് ഐസ്ക്രീം ഒക്കെ എന്താണ് കഴിച്ചു തരാണ്. പക്ഷെ പരിശ്രമിച്ചത് ഇവളാണെങ്കിലും കഴിക്കണത് കൊണ്ടിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ അയാളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. അത് കുറച്ചും കൂടി എളുപ്പമാവുന്നാണ് വിചാരിച്ചത്. പക്ഷെ സുന്ദരി കുറച്ച് ടെററാക്കിയിട്ടാണ് വന്നത്. കഴിച്ച് നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മാളിലുള്ള കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മളിന്ന് ലഞ്ച് കഴിക്കാം. ദെൻ നമ്മൾ ബീച്ചിലേക്ക് പോവും. പിന്നെ ഒരു ഫെസ്റ്റിനും പോകും. നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ ഐസ്ക്രീമും വാങ്ങിച്ചു. ഹായ് ഗായ്സ്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ പിക്നിക് ആരംഭിക്കുകയാണ്. അപ്പൊ അതേ നമ്മള് നമ്മുടെ പാർക്കിക്കാണ് പോകുകയാണ്. നമ്മൾ പോവുകയാണ്. അപ്പൊ ഞങ്ങക്ക് ഫ്രണ്ട്സിൽ കിട്ടി ഗായ്സ്. ഞങ്ങളോട് വഴി പറഞ്ഞു കൊടുക്കുന്നത് ഗായ്സ്. അപ്പൊ നമ്മളിത് എത്തിയിരിക്കുകയാണ്. എങ്ങോട്ട് പോവാണ്? നമ്മളൊരു പാർക്കിലാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് പാർക്കായിട്ട് തോന്നുന്നില്ല. എന്താ സംഭവം എനിക്കറിയില്ല. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇങ്ങോട്ടാണ് പോണേന്നാണ്, പിന്നെ വിചാരിച്ചു ഇങ്ങോട്ടാണ് പോണേന്ന്. പക്ഷെ ഇങ്ങോട്ട് രണ്ടിടത്തേക്കല്ല പോകണം, നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കാണ്. ഇവര് ഭയങ്കര ശരിയാണ് കേട്ടോ, ഫാമിലി മൊത്തം വൈബാണ്. അതെ, പിന്നെ നമുക്ക് ഇവിടെ കുറെ സ്ഥലത്ത് ഐസ്ക്രീം കട കാണുന്നുണ്ട്. അയ്യോ ഗൈസ്, നമ്മൾ സ്ഥലം എത്തി. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല, ഉള്ളെത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എന്റെ സുരമാമൻ. ആള് ഭയങ്കര വൈബാണ് ഗൈസ്, എന്നെക്കാളും. എന്റെ അമ്മ അവിടെ ഉണ്ട്, കിച്ചപ്പ. ഗൈസ്, നമ്മുടെ നാട്ടിലെ കോഴിനൊക്കെയാണ് ഇവര് കൂട്ടിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഫാമിലി ഫുള്ള് കണ്ണട വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മുടെ തള്ളു കേട്ടിട്ട് പക്ഷികൾക്ക് വരെ ഭ്രാന്തായി. ഗൈസ്, ഇനി നമ്മൾ പോണത് സ്നേക്ക് ഹൗസിലേക്കാണ്. അങ്ങനെ നമ്മള് കൊറേ പാമ്പുകളെ കണ്ടിട്ട് ആ ഒരു ഇതില് നടക്കാണ്. നമ്മ അമ്മ എന്തായാലും പറയുന്നത് എന്റെ ചാനലാണ്. ഗൈസ്, നമുക്ക് ബാഹുബലിയിൽ അഭിനയിച്ച ഒരാളെ കാണാനായിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള്
പുലിനെ കണ്ടു, കടുവേനെ കണ്ടു, പുള്ളിപ്പുലി, സിംഹം, സിംഹത്തെ കണ്ടു. സിംഹം മണ്ണിനെ മാത്രമേ കണ്ടുള്ളൂ, സിംഹം കണ്ടില്ല. അതെ, ഇനി എന്തൊക്കെ കാണാനുള്ളതാണ്? കരടീനെ കണ്ടിട്ടില്ല, കുരങ്ങന്മാരെ കണ്ടിട്ടില്ല. പിന്നെ എന്താ ആ ഗൈസ്, നമ്മൾ കുരങ്ങന്മാരെ കണ്ടോണ്ടിരിക്കുകയാണ്. വേറെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞ് കുറെ മൃഗങ്ങളെയും പക്ഷികളെയും കുരങ്ങന്മാരെയും കരടിയും അവരിവരൊക്കെ കണ്ടിട്ട് നമ്മള് ഒരു ചായ കുടിക്കാനായിട്ടൊരു കടയിൽ, ഇവിടെ അടുത്തുള്ളൊരു കടയിൽ തന്നെ കയറിയേക്കാണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലുള്ള കടകളിൽ എവിടെയും ചായ കിട്ടില്ല ഗൈസ്. അവർ ചായ കുടിക്കാത്ത ആളുകളാണെന്ന് തോന്നുന്നു. നമ്മള് മലയാളികൾക്ക് ചായ. അതെ, പിന്നെ ഇവിടെ ആകെ കുറച്ച് കസാരയുള്ളൂ. ഞങ്ങള് ടോട്ടൽ 12 പേരുണ്ട്. അല്ല, എനിക്ക് കാപ്പി. അപ്പൊ നമ്മള് സയൻസ് സെന്ററൊക്കെ കഴിഞ്ഞ് കണ്ടിട്ട് ഇറങ്ങാണ്. ഇവിടെ മുഴുവനും കാണാൻ പറ്റിയില്ല, കാരണം 5:30 ഇവിടെ അടയ്ക്കും. സോ നമ്മളിവിടെ കയറിയത് 5:10-നാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കയറി ഇറങ്ങുകയും ചെയ്തു. ഗായ്സ്, നമുക്ക് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയുള്ളൂ. ഇവിടെ കുറേ നല്ല പരിപാടികൾ ഉണ്ടായിരുന്നു. ഹായ്, അപ്പൊ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആണ് ബീച്ച്. ഏത് ബീച്ചാണ്? സുൽത്താൻ ബത്തേരി ബീച്ചാണ് തണ്ണീർബാരി ബീച്ച്. പല പേരുകളിൽ അറിയപ്പെടുന്നു. ഗൈസ് കണ്ടോ സൂര്യൻ? ഈ സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നമ്മൾ ബീച്ചിൽ എത്തിയിട്ടില്ല, എത്താൻ പോവുകയാണ്. ഇപ്പൊ നമ്മള് ബോട്ടിങ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ചിലവർക്ക് ബോട്ടിങ് പേടിയാണ്, അറിയില്ല, എനിക്ക് പേടിയില്ല കേട്ടോ. അങ്ങനെ നമ്മള് ബോട്ടിൽ കയറിയേക്കാണ്. അങ്ങനെ ബോട്ട് റൈഡിങ് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തെ കരയിലേക്ക് വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. ഒരു ചെറിയ പ്രശ്നം, നമുക്ക് ബീച്ചിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. സമയം 7 മണി കഴിഞ്ഞു. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്. നമ്മൾ അവിടുന്ന് ഇവിടേക്ക് കുറച്ച് ദൂരം ഉണ്ട്. അപ്പൊ ഇവിടെ എത്തിയപ്പോ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ അതാണ് ടിക്കറ്റിന്റെ പ്രശ്നമായപ്പോ നല്ല നമുക്ക് വേഗം ഇവിടെ എത്താൻ പറ്റി. പക്ഷെ ഇവിടെ കയറാൻ പറ്റി. അതല്ലേ 6:40 ഒക്കെ ആകുമ്പോൾ നമ്മളിവിടെ എത്തിയത്. പിന്നെ 7 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് കഴിച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്നത്? നമുക്ക് ഇന്ന് ബീച്ചിൽ കയറാനായിട്ട് സാധിച്ചില്ല. നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ നമുക്ക് കയറാൻ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നാളെ ഒരു വലിയ ഫെസ്റ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ ഒരു വലിയ ഫെസ്റ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഫസ്റ്റത്തെ പാർട്ടായിരിക്കും. ഇനി അടുത്ത പാർട്ടിലായിരിക്കും നമ്മൾ നാളത്തെ വിശേഷങ്ങളും ഒക്കെ കാണിക്കുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ആൻഡ് ചെറിയൊരു വിഷമത്തോടെയാണ് ബൈ.